നമസ്കാരം. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തങ്ങളുടെ ഭരണകാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി എത്തുന്നത് ഇടുക്കി ജില്ലയിലെ പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ് എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് ആദ്യം പോകുന്നത് ഇടുക്കി ജില്ലയിലെ പുറപ്പുഴ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരനുണ്ട്. നമസ്കാരം ശ്രീ ഭാസ്കരൻ. നമസ്കാരം. പുറപ്പുഴ പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്, വനമേഖല കൂടിയാണ്. 100% സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു നേട്ടം പഞ്ചായത്തിന് നേടാൻ സാധിച്ചത്? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? പുറപ്പുഴ പഞ്ചായത്ത് പൊതുവെ ഒരു കാർഷിക മേഖലയാണ്. പിന്നെ നേരത്തെ തന്നെ വനമായിരുന്ന പ്രദേശങ്ങളുണ്ട്, കുടികുത്തി പ്രദേശങ്ങൾ. അത് 22 വനം തടികളൊക്കെ വെട്ടിയെറിഞ്ഞ് അവിടെ ആൾക്കാർക്ക് പട്ടയൊക്കെ നൽകി അവിടെയും കാർഷിക മേഖലയിലേക്ക് വേണ്ടതായ എല്ലാവിധ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. അങ്ങനെ എന്തുകൊണ്ടും പുറപ്പുഴ പഞ്ചായത്ത് കാർഷിക മേഖല എന്ന് പറയുമ്പോൾ പ്രധാന കൃഷി എന്നത് റബ്ബറാണ്. മറ്റ് കണ്ടകൃഷികളെല്ലാം കൃഷിക്കാരുടെ ഒരു ലഭ്യത കുറവ് വന്നിട്ടുണ്ട്. കൃഷികളൊക്കെ കുറച്ച് വരുന്നു. കപ്പകൃഷി, വാഴകൃഷിയിലേക്ക് മാറുന്നു. എന്നിരുന്നാലും ആ കാർഷിക മേഖലയ്ക്ക് ഒരു 80% ജനങ്ങളും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അതുമായി കഴിയുന്നവരാണ്. പക്ഷെ കാർഷിക മേഖല ഊന്നൽ നൽകിക്കൊണ്ട് ഈ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നെൽകൃഷി കർഷകർക്ക് പ്രത്യേകമായി സബ്സിഡി ഇന്നും നൽകി വരുന്നുണ്ട്. കൂടാതെ മറ്റ് കൃഷികളെ സംബന്ധിച്ച് കാർഷിക മേഖലയില് ഈ പച്ചക്കറി കൃഷിയാണ് പ്രധാനമായി. ഈ പ്രാവശ്യം നമ്മളുടെ ഒരു പ്രോജക്ട് എന്ന് പറയുമ്പോൾ 10 സെന്റ് സ്ഥലം വരെയുള്ള ഒരു കൃഷിക്കാരൻ ആണെങ്കിൽ പോലും, ഈ അല്ലാത്ത ആളാണെങ്കിൽ പോലും ടെറസിലും മുറ്റത്തും 10 തരം പച്ചക്കറി തൈകളും അതിന്റെ ചട്ടി സഹിതം നൽകുന്നത് പോയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ എത്തിയത്. പിന്നെ വാഴകൃഷിക്ക് വളം സബ്സിഡി നൽകി വരുന്നു. കൂടാതെ നമുക്ക് പച്ചക്കറി മറ്റ് സ്വന്തമായി ഭൂമി ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നവർക്കും വളവും സബ്സിഡി നൽകുന്ന പ്രോജക്റ്റ് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടത്തിയിരുന്നു. സാക്ഷരതയെ സംബന്ധിച്ച് പുറപ്പുഴ പഞ്ചായത്തിന് 100% നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായ പേരക്കുമാർ 4ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ് ആ ഉന്നത ക്ലാസ്സുകൾ കൃത്യമായി അത് നടത്തുകയും അത് അത്തരം ഈ പഠിതാക്കളെ പ്രത്യേകം അതിന്റെ ശ്രദ്ധ ചെലുത്തി അത് 4ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ് അതിന്റെ 100% വിജയത്തിൽ എത്തുവാൻ കഴിഞ്ഞുവെന്ന് പഞ്ചായത്തിലെ ഭരണസമിതിയുടെയും മറ്റ് പൊതു പ്രവർത്തകരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് പൂർണ്ണമായി സാക്ഷരത കൈവരിക്കുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഈ മാലിന്യ സംസ്കരണം പഞ്ചായത്തിൽ എത്രത്തോളമാണ് നടപ്പിലാക്കുന്നത്? ഹരിത കർമ്മ സേനാംഗങ്ങൾ, MCF സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാലിന്യമുക്ത പഞ്ചായത്തായത് മാർച്ച് 30-ന് പുറപ്പുഴ പഞ്ചായത്ത് പ്രഖ്യാപിച്ചു. മാലിന്യം സ്ഥലം മുതൽ അതുപോലെ തന്നെ താഴെത്തട്ടിലേക്ക് സ്ഥാപനങ്ങള്, വ്യവസായ കടകൾ ഉൾപ്പെടെ എല്ലാവരും വീടുകളില് ഈ മാലിന്യങ്ങൾ തരം തിരിച്ച് വെക്കുകയും എല്ലാ മാസവും 1-ാം തീയതി മുതൽ ഇതിന്റെ കലണ്ടർ അനുസരിച്ച് ഹരിതകർമ്മ സേന അംഗങ്ങൾ വീടുകളിൽ വരികയും തരം തിരിച്ചു വെച്ചിരിക്കുന്ന മാലിന്യങ്ങൾ അവിടെ ശേഖരിച്ച് മിനി MCFലേക്ക് വെക്കുകയും അവിടെ നിന്ന് അത് ക്ലീൻ കേരളയുടെ വണ്ടി വരുമ്പോൾ MCFലേക്ക് നീക്കി അവിടെ നിന്ന് അത് ക്ലീൻ കേരളയ്ക്ക് കയറ്റി അയക്കുന്നു.
കൂടാതെ ഇന്ന് നമ്മൾ പുറപ്പുറ പഞ്ചായത്ത് 113 കുടുംബശ്രീ യൂണിറ്റുകളാണുള്ളത്. ആ 113 കുടുംബശ്രീ യൂണിറ്റുകളും ഹരിത കുടുംബശ്രീയായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. എല്ലാ ഓഫീസുകളും ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കാൻ. സ്കൂളുകൾ 7 സ്കൂളുകളാണുള്ള 7 സ്കൂളുകൾ തന്നെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കുന്നത്. അതുപോലെ ടൗണുകൾ 3 ടൗണുകളാണ്. 3 ടൗണുകളും അത് ഹരിത ടൗണുകളായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പിന്നീട് വാർഡ് തലത്തിലും അതിൻ്റെ സമിതികളുണ്ട്, പഞ്ചായത്ത് തലത്തിലും സമിതികളുണ്ട്. ആ സമിതികൾ യഥാസമയങ്ങളിൽ കൂട്ടുകയും എവിടെയെങ്കിലും പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ ആരെങ്കിലും നിക്ഷേപിക്കുന്നത് കണ്ടാൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് പഞ്ചായത്ത് സെക്രട്ടറിയെ രഹസ്യമായി ഫോൺ സന്ദേശത്തിലൂടെ അറിയിച്ചാൽ ആ അറിയിക്കുന്ന ആൾക്ക് 2500 രൂപ പ്രതിഫലമായി നൽകിക്കൊണ്ട് ഏതാണ്ട് 52,500 രൂപ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി അതിന് വില ഈടാക്കി പഞ്ചായത്തിന് നമുക്ക് അഭിവൃദ്ധികളാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വീടുകളോ പരിസരങ്ങളോ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനുള്ള അറിയിപ്പ് ലഭിച്ചാൽ ആര് നിഷേധിച്ചും അതൊന്നും മുഖം നോക്കാതെ അതിനുവേണ്ടി നിയമ നടപടി സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നു. ഇത് മാത്രമല്ല, 30 മാർച്ച് 30-കൂടി ഈ ഹരിത പഞ്ചായത്തായത് പ്രഖ്യാപിച്ചപ്പോഴുള്ള പ്രവർത്തനങ്ങൾ അവിടെ അവസാനിപ്പിക്കുന്നില്ല. അത് റിവ്യൂ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുന്നുണ്ട്. അത് പഞ്ചായത്ത് ഭരണസമിതിയുണ്ട്, അതുപോലെ വ്യാപാരി വ്യവസായികളുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, ADS ഉണ്ട്, CDS ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട്. അവർ ഉൾപ്പെടുന്ന സമിതി മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കൂടുകയും അതിനുവേണ്ടി ഒരു അവലോകനം നടത്തി തുടർ അങ്ങനെ മാലിന്യം നിക്ഷേപിക്കുന്ന അത്ര സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പഞ്ചായത്ത് പ്രാവശ്യം പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. AI ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട 2-3 സ്ഥലങ്ങൾ ഞങ്ങൾ ശ്രദ്ധപ്പെടുകയും AI ക്യാമറ സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് പ്രൊജക്റ്റ് ഞങ്ങൾ ഇപ്പോൾ വെച്ച്. കൂടാതെ നമ്മൾ പഞ്ചായത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ എല്ലാ മാസവും ഹരിതകർമ്മസേന അംഗങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് ഈ അജൈവ വസ്തുക്കൾ നൽകുകയും അവർക്ക് യൂസർ ഫീ നൽകുന്നുണ്ട്. എങ്കിൽ കൂടിയും നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പുറപ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു 85-90% വീടുകളിൽ ബിന്നും ബോട്ടും ഇടുന്ന കഴിഞ്ഞു. വീടുകളിൽ ഉണ്ടാകുന്ന ഈ ജൈവ വസ്തുക്കൾ അത് വളമാക്കി ആ ജീവിതത്തിലേക്ക് വളമാക്കിക്കൊണ്ടാണ് പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ടെറസിലും മുറ്റത്തിലും പച്ചക്കറി ഉത്പാദിപ്പിച്ച് വിഷം ഇല്ലാത്ത പച്ചക്കറികൾ എല്ലാവരും ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ പ്രവണത തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം അടക്കം നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത്. വയോജനങ്ങൾക്ക് ഒരു വയോജന നമുക്കൊരു ഭവനുണ്ട്. ആ ഭവനം അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നു വരുന്നു. വയോജനയ്ക്ക് വേണ്ടി പ്രത്യേകമായി വയോജന ബോധവൽക്കരണ ക്ലാസുകൾ നടത്താറുണ്ട്. കൂടാതെ അവരുടേതായ ടൂർ പ്രോഗ്രാം നമ്മൾ നടത്തി വരുന്നു. ആരോഗ്യരംഗത്ത് ഏതൊക്കെ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ആരോഗ്യരംഗത്ത് ഏതാണ്ട് കിടപ്പ് രോഗികളായിട്ടുള്ള അത്തരം രോഗികൾ അതിന് പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് 7.5 ലക്ഷം രൂപ ഈ കിടപ്പ് പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടിയിട്ട് അതിന്റെ മെഡിസിൻ ഉൾപ്പെടെ പാലിയേറ്റീവിന് പ്രത്യേകമായ ഒരു നേഴ്സിനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആ പാലിയേറ്റീവ് നേഴ്സിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ടീം ഡോക്ടർ HI, JHI, VHI അത് പഞ്ചായത്ത് ഭരണസമിതി ഏതെങ്കിലും ഒരു അംഗം ഈ കിടപ്പ് രോഗികളിലെ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചുള്ള മെഡിസിൻ എത്തിച്ചു നൽകുന്നതിന് വേണ്ടി ഹരിതകർമ്മസേന അംഗങ്ങൾ ആ വീടുകളിൽ സമയാസമയങ്ങളിൽ മരുന്ന് എത്തിച്ച് നൽകി മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അതിനും കൂടി പഞ്ചായത്ത് ഒരു മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തി അങ്ങനെ പാലിയേറ്റീവ് രോഗികളുടെ സംരക്ഷണം
നല്ല രീതിയിൽ പ്രത്യേകിച്ച് പാലിയേറ്റീവ് രോഗികളായ പ്രത്യേകമായി ഒരു ബോധവൽക്കരണ ക്ലാസ് വരെ നടത്തി അവരെ അതിന് വേണ്ടിയിട്ട് ആ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും, അത് പഞ്ചായത്ത് മാത്രമല്ല പഞ്ചായത്തിലെ CHCയുടെ നേതൃത്വത്തിലും ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിലും പാലിയേറ്റീവ് കമ്മ്യൂണിറ്റികൾ എല്ലാ മാസവും അതിൻ്റെ കാലങ്ങൾ അനുസരിച്ച് ഈ ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടതായ എല്ലാ പരിചരണങ്ങളും നൽകുകയാണ്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവി പ്രവർത്തനം സംബന്ധിച്ച് നമ്മൾ ചെറിയൊരു പഞ്ചായത്താണ്. തനത് ഫണ്ട് വളരെ മൈനസ് എന്ന് വേണം പറയാം. ട്രസ്റ്റി എന്ന് തട്ടിക്കൂട്ടി പോകുന്നതേ ഉള്ളൂ. ആകെ ഈ ബിൽഡിംഗ് ടാക്സ് മാത്രമാണുള്ളത്. പിന്നെ നമുക്ക് പ്ലാൻ ഫണ്ടായി ലഭിക്കുന്നത് 84,51,000 രൂപയുമാണ്. CFC 14,24,000, CFC ടൈഡായിട്ട് 21,36,000, SCP ആയിട്ട് 11,86,000, DSP ആയിട്ട് 1,64,000 രൂപയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത് മേഖലകളായി തിരിച്ചുകൊണ്ട് ഉൽപാദന മേഖല, സേവന മേഖല, പശ്ചാത്തല മേഖലകളായി ഫണ്ടുകൾ നീക്കിവെച്ച് കഴിയുമ്പോൾ ഈ വികസന ഫണ്ട് ഈ 84,51,000 രൂപ അതിൽ ഉൽപാദനം അതുപോലെ തന്നെ സേവനം മേഖല, പശ്ചാത്തല മേഖലയ്ക്ക് 30% രൂപ നീക്കി കഴിയുമ്പോൾ, കൂടാതെ അനിവാര്യമായി നീക്കി വെക്കേണ്ട ഫണ്ടുകൾ കഴിച്ചാൽ ഫണ്ട് നാമമാത്രമാണുള്ളത്. പിന്നെ നമുക്ക് ഈ ത്രിതല പഞ്ചായത്തിന്റെ കൂടി ഈ സഹകരണത്തോടുകൂടി ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ ജില്ലാ പഞ്ചായത്ത്, MLA, MP അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി നമുക്ക് ഫണ്ടുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഭാവി പ്രവർത്തനങ്ങൾ അങ്ങനെ എല്ലാ മേഖലയിലേക്കും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ വനിതാ ഫിറ്റ്നസ് സെന്റർ, ഒരു ഹാപ്പിനെസ് സെന്റർ കൂടി ഈ അടുത്ത പ്രാവശ്യം പ്രോജക്റ്റ് വെച്ച് അങ്ങനെ നടപ്പിലാക്കുന്നുണ്ട്. സന്ധ്യാസമയങ്ങളിൽ വനിതകൾക്ക് മാത്രം. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വെക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പുറപ്പുഴ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ AK ഭാസ്കരൻ.